പറയാൻ നമുക്ക് വലിയ മടിയാ. എന്നാ സലാം പറഞ്ഞാലോ അതൊന്ന് ഉറക്കം പറഞ്ഞിട്ട് അയാൾ കേൾക്കട്ടെ എന്നുള്ള വിധത്തിൽ മടക്കാനും നമുക്ക് മടിയാ. നമ്മൾ ആലോചിക്കുന്നോളം എന്താ അറബികള് അവർക്ക് സലാം പറയാൻ മടി ഉണ്ടാകൂല. അവർക്ക് നമ്മളോട് എത്ര താഴ്ന്ന് സംസാരിക്കുന്നതിനും മടി ഉണ്ടാകൂല. ഇരിക്കട്ടെ, സലാം പറയല് സുന്നത്താണ്, മടക്കുന്നതിന്റെ വിധി വുജൂബാണ്. സലാം പറഞ്ഞാൽ നിർബന്ധമായി മടക്കിക്കോളണം. അപ്പൊ ചിലർക്കൊരു സംശയം, സലാം പറഞ്ഞാൽ മടക്കല് നിർബന്ധാണെന്നല്ലേ പറഞ്ഞത്? സ്ത്രീകൾ സലാം പറഞ്ഞാൽ, അന്യ സ്ത്രീകൾ സലാം പറഞ്ഞാൽ അന്യപുരുഷൻ സലാം മടക്കേണ്ടതുണ്ടോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ടതില്ല. അന്യപുരുഷന്റെ സലാം അന്യ സ്ത്രീയും മടക്കേണ്ടതില്ല. അന്യ സ്ത്രീയുടെ പതേ സലാം അന്യ പുരുഷനും മടക്കേണ്ടതില്ല. അന്യ സ്ത്രീ സലാം പറഞ്ഞാൽ അന്യ പുരുഷൻ മടക്കേണ്ടതില്ല, തിരിച്ചും മടക്കേണ്ടതില്ല. അപ്പൊ മൊയ്ലിയാരെ നിങ്ങൾ സ്റ്റേജുമ്മ കയറിയിട്ട് തുടങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലല്ലോ പുരുഷന്മാരെ അസ്സലാമു അലൈക്കും എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. മറിച്ച് നിങ്ങൾ സലാം പറയുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെയുള്ള സ്ത്രീകൾക്ക് നിങ്ങളോട് സലാം മടക്കൽ നിർബന്ധമുണ്ടോ? ഒരു കൂട്ടം ആളുകളോട് ഒന്നിച്ച് സലാം പറഞ്ഞാൽ സലാം മടക്കുന്നതിന് വിരോധമില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതാണ്. ഞാൻ എന്റെ വകയിലൊന്നും പറയുന്നില്ല, ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല, പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഒരു കൂട്ടം ആളുകളോട് ഒന്നിച്ച് സലാം പറഞ്ഞാൽ സലാം മടക്കുന്നതിന് വിരോധമില്ല. എന്നാൽ അന്യ മതസ്ഥരായ ആളുകളോട് സലാം പറയണോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങോട്ട് പോയി സലാം പറയുന്നതിന്റെ വിധി ഹറാമാണ്. വർഗീയതയല്ലേ മുസ്ലിയാരെ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിട്ട് വർഗീയത പറയുന്നത്? വർഗീയതയല്ല, ഞാൻ പറഞ്ഞത് മതത്തിന്റെ നിയമമാണ്. അന്യ സ്ത്രീയുടെ സലാം മടക്കേണ്ടതില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അന്യ സ്ത്രീയോട് സലാം പറയേണ്ടതുമില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ? അന്യ സ്ത്രീയോട് സലാം പറയേണ്ടതില്ല, അന്യ സ്ത്രീ പറഞ്ഞാൽ മടക്കേണ്ടതും ഇല്ല. അതേ സ്ഥാനത്ത് ഒരു കളവിയായ പ്രായം ചെന്ന ഉമ്മാമ, ആ ഉമ്മാമ സലാം പറഞ്ഞാൽ മടക്കണോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മടക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അവന്റെ മനസ്സിൽ എന്തെങ്കിലും വേണ്ടാത്തൊരു തോന്നൽ അവന്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ കളവിയായ ഉമ്മാമാന്റെ സലാമും മടക്കേണ്ടതില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, കളവിയായ ഉമ്മാമനെ നോക്കിയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ ഉമ്മാമാന്റെ സലാം മടക്കിയതിന്റെ പേരിൽ എന്തെങ്കിലും ഫിത്നയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഉമ്മാമാന്റെ സലാമും മടക്കേണ്ടതില്ല, പറയേണ്ടതില്ല. ഇരിക്കട്ടെ, അവിശ്വാസിയായ ഒരാളോട് സലാം അങ്ങോട്ട് തുടങ്ങാൻ പാടില്ല. ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ, ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ. ഈ അടുത്ത് സിറാജുൽ ഹുദയിൽ നിന്ന് അവിടുത്തെ ഒരു ജോലി ആവശ്യാർത്ഥം ഒരു മുസ്ലിമിനെ ഫോണിൽ വിളിച്ചപ്പോ അയാൾ ഫോൺ എടുത്തപ്പോ തന്നെ പറഞ്ഞു, അസ്സലാമു അലൈക്കും, നിങ്ങളപ്പാ നാട്ടിലെത്തിയത് എന്ന് ചോദിച്ചു. എന്ത് ചെയ്യണം? ഒരു അവിശ്വാസിയായ ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസാണ്. ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് റഹത്തും മിനൽ യഹൂദ്, ഒരു കൂട്ടം യഹൂദികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. അവര് സലാമല്ല പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ലാമങ്ങ് കട്ട് കളിച്ചു. കണ്ടല്ലോ ചില ആളുകൾ പലതും കട്ട് കളയുന്ന ചില ആളുകൾ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ലാമ് കക്കുന്ന പരിപാടി അത് നല്ല പരിപാടിയല്ല. അതുകൊണ്ടാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊന്നും ലാമ് കക്കാൻ പോകൂല. അതേ സ്ഥാനത്ത് പുത്തൻവാദികളായ ചില ആളുകൾക്ക് ലാമ് കക്കാതെ ചില സ്ഥലത്ത് രക്ഷപ്പെടൂല. അതുകൊണ്ട് ചിലപ്പോൾ ലാമ് കട്ടിട്ടൊക്കെ വായിക്കും. ഇരിക്കട്ടെ, അത് യഹൂദികളുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലൈക്കും എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, റസൂലുള്ളാഹി വഅലൈക്കും എന്നല്ലാതെ മടക്കി പറഞ്ഞില്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഒരാൾ നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് തന്നെ അവിശ്വാസിയായ ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വഅലൈക്കും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതേ സ്ഥാനത്ത് സലാം മടക്കേണ്ടതില്ല. ഞാൻ ചോദിച്ചത് ഇത് വർഗീയതയല്ലേ എന്ന് ചിലപ്പോ ചില ആളുകൾ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്യ സ്ത്രീയോട് സലാം പറയാൻ പാടില്ല, അന്യ സ്ത്രീയുടെ സലാം മടക്കാനും പാടില്ല. നബി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്യ പെണ്ണ് എന്റെ വയൽ വെക്കാൻ വന്ന സ്ത്രീകളോടൊന്നും എനിക്കൊരു വിരോധമില്ല എന്ന് എല്ലാവർക്കും അറിയാലോ.
അന്യ പെണ്ണ് ഇവിടെ വേല വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അതുപോലെ ഒരുപാട് പങ്കന്മാരുണ്ട്. ആ സ്ത്രീകളോട് നമുക്കാർക്കും വിരോധമില്ലല്ലോ. മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് തന്നെ സലാം പറയേണ്ടതില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതുപോലെ സലാം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പറയല് സുന്നത്താണ്, മടക്കുന്നതിന്റെ വിധി വുജൂബാണ്. സലാം പറയല് സുന്നത്താണ്, മടക്കുന്നതിന്റെ വിധി വുജൂബാണ്, വാജിബാണ്, നിർബന്ധമാണ്. ഇതൊരു ഇബാദത്താണ്, ഇതൊരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. അതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ മറികടക്കാൻ നമുക്ക് പറ്റൂല. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന മാത്രം.